നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ കോർപ്പറേഷനിലെ കക്കാട് പുഴ കരകവിഞ്ഞൊഴുകിയതോടെ റോഡിൽ വെള്ളം കയറി. റോഡ് ഏതാണ് പുഴ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. മുണ്ടയാട് സബ് സ്റ്റേഷനിലേക്കുള്ള പള്ളിപ്പുറം റോഡിലാണ് വെള്ളം കയറിയത്. വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന അവസ്ഥയാണുള്ളത്. മുൻ വർഷം കക്കാട് പുഴയുടെ ഭിത്തികൾ കരിങ്കൽ കൊണ്ട് കെട്ടുകയും പുഴയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ കോർപ്പറേഷന്റെ ഈ നടപടികളൊന്നും വെള്ളക്കെട്ടിന് പരിഹാരമായില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കക്കാട് പുഴയോരത്തെ വീടുകളും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. 2018 പ്രളയത്തിന് സമാനമായ അവസ്ഥയാണ് ഇക്കുറി ഉണ്ടായിട്ടുള്ളതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കക്കാട് പള്ളിപ്പുറം റോഡ് നിർമ്മാണ കാലത്ത് അന്ന് നമ്മൾ നാട്ടുകാർ അറിയേണ്ടേ പറഞ്ഞതാണ്. ഈ കക്കാട് മെയിൻ റോഡിന് കണക്കാറ്റിന് അല്ല സ്വല്പം ഉയർന്നിട്ട് ഈ റോഡ് നിർമ്മിക്കുമെങ്കിൽ നമുക്ക് ഈ മഴക്കാലത്ത് വരുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ കണ്ട് ഞങ്ങൾ മെയിൻ റോഡിന് വെള്ളമില്ല, മറിച്ച് പള്ളിപ്പുറം റോഡിന് വെള്ളം അത് അന്ന് ആ നിർമ്മാണ രംഗത്തുണ്ടാക്കി ചെറിയ നഷ്ടത്തിൻ്റെ ഇത് കണക്കിലെടുത്തിട്ടാണ് ഈ മായി പണിയെടുത്ത് വെച്ചത്. അതുകൊണ്ട് ഇപ്പോൾ എന്തായി ദുരിതം നമ്മൾ അനുഭവിക്കുന്നത്. പുഴയോരത്തെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ കോർപ്പറേഷൻ തയ്യാറാകാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഈ റോഡിൽ നിന്ന് അപ്പുറത്തെ പാലം വരെ ഒരു 1/2 കിലോമീറ്റർ റോഡ് പൊന്തിച്ചാൽ ഈ വെള്ളക്കെട്ടലിൽ ഒഴിവാകും. ഇത് വർഷങ്ങളായി നമ്മൾ പെരുന്നാട് പറയുന്നത് ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കുറച്ച് റോഡ് പൊന്തിക്കുക, അത്രയും മാർഗം, വേറൊരു മാർഗം കൂടി ഇല്ല. ഇവിടെ താഴ്ന്ന പ്രദേശം അവിടെ പൊന്തിയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. കക്കാട് റോഡിലെ ഓവുചാലുകൾ മണ്ണും ചെളിയും കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഇത് കാരണം റോഡിലൂടെയാണ് വെള്ളം പരന്നൊഴുകുന്നത്. നിത്യേന നൂറുകണക്കിന് യാത്രക്കാരാണ് കക്കാട് റോഡിലൂടെ സഞ്ചരിക്കുന്നത്. 3000-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന 3 ഹയർ സെക്കൻഡറി സ്കൂളുകളും ഈ പ്രദേശത്തുണ്ട്. മഴ കനത്തതോടെ കക്കാട് പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ജില്ലയിൽ കനത്ത മഴയാണ് കാലാവസ്ഥാ വിഭാഗം പ്രവചിച്ചിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാഹചര്യം അടക്കമുണ്ട്. ഇനിയും റോഡിലേക്ക് വെള്ളം കയറുകയാണെങ്കിൽ ഇതുവഴി ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തലാക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളക്കെട്ടിലാണുള്ളത്. തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും അതിരൂക്ഷമാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.